ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴിൽ എൻ്റെ ചാനലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു ബ്ലാക്കിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരെ മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ. പിന്നെ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വാക്സ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വാക്സ് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി ഫേസിൽ യൂസ് ചെയ്ത ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണ് വാക്സ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാലിലാണ് കേട്ടോ. അപ്പോൾ കാലിലാണ് വാക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാക്സ് തയ്യാറാക്കാൻ ആദ്യമായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എടുക്കാൻ പോകുന്നത് നാരങ്ങയാണ്. ഒരു നാരങ്ങ മതി. ഒരു നാരങ്ങ. ഇതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നാരങ്ങ എടുക്കും. ഇപ്പോൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിക്കും. അതിന് ശേഷം നമ്മൾ പഞ്ചസാര എടുത്ത അതേ ബൗളിൽ ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിക്കുക. ആ ഒരു തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് വേഗം അടി പിടിക്കും കേട്ടോ. അടി പിടിച്ചാൽ ഈ വാക്സ് കറക്റ്റ് രീതിയിൽ കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ പതപതയാ വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ശേഷം നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് പകർത്തി വയ്ക്കാം. പകർത്തി വെച്ചതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ കൈകൊണ്ട് ഇതിൽ ടച്ച് ചെയ്യരുത് കേട്ടോ. ഒരിക്കലും തൊട്ട് നോക്കരുത് ഇത് കറക്റ്റ് പാകം ആയിട്ടുണ്ടോ എന്ന്. പൊള്ളാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അത്യാവശ്യം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കതിൽ ഓക്കെ ആണോ എന്ന് നോക്കാം. അല്ല കുറച്ച് വെള്ളം കൂടുതലാണെങ്കിൽ ഒന്നും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് കാലിൽ അപ്ലൈ ചെയ്യാം. കാലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാലിൽ വെള്ളമോ വിയർപ്പോ നനവോ ഒന്നും പാടില്ല. വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വാഷ് ചെയ്തതിന് ശേഷം ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ വാക്സ് അപ്ലൈ ചെയ്യാവൂ. അല്ലെങ്കിൽ വാക്സ് പിടിക്കില്ല, രോമമൊന്നും ഇളകി വരില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് നിങ്ങൾ ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് തുടയ്ക്കുക. അതിനുശേഷം വാക്സ് അപ്ലൈ ചെയ്യുക. വാക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഹെയർ എങ്ങോട്ടാണോ വളർന്നേക്കുന്നത് ആ ഡയറക്ഷനിലോട്ട് ക്രീം തേക്കുക. അതിനുശേഷം നല്ലൊരു കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിച്ച് ഒന്ന് 3-4 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഹെയർ വളർന്നേക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഹെയർ താഴോട്ടാണ് വളർന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ മുകളിലോട്ടാണ് വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഹെയർ ഫുള്ള് ഇളകി വരും കേട്ടോ. ഈ വാക്സ് ക്രീം നമ്മൾ ഒരു തവണ തേക്കുന്നത് ഒരു 3-4 പ്രാവശ്യം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെയർ ഇളകി വരാത്ത ടൈം മാത്രം അടുത്ത വാക്സ് എടുക്കുക, അടുത്ത ക്ലോത്ത് എടുക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതേ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. മുന്നേ ഞാനൊരു ഫേസിൽ വാക്സ് ചെയ്യുന്നത് രീതി ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ സംശയമായിരുന്നു എങ്ങനെയാണ് തേക്കേണ്ടത്. അപ്പോൾ തേക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഹെയർ എങ്ങോട്ടാണോ വളർന്നേക്കുന്നത് അതേ ഡയറക്ഷനിൽ ക്രീം തേക്കുക. എന്നിട്ട് അതേ ഡയറക്ഷനിൽ തന്നെ പ്രസ് ചെയ്യുക. നന്നായിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഹെയർ വളർന്നേക്കുന്ന സ്ഥലത്തേക്ക് ഏത് താഴോട്ടാണ് വളർന്നേക്കുന്നതെങ്കിൽ ആ ഭാഗത്തോട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ ഹെയർ ഫുള്ള് ഇളകി വരും കേട്ടോ. അങ്ങനെ ഞാൻ കാലിൽ ചെയ്തു. പക്ഷേ എൻ്റെ കാലിൻ്റെ ബാക്ക് സൈഡൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെടുത്ത് കാര്യങ്ങൾ ഇതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി അമ്മയാണ് കേട്ടോ ചെയ്തു തരുന്നത്. അങ്ങനെ കാലിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ള് അമ്മ നന്നായിട്ട് എടുത്തു തന്നു. അങ്ങനെ എൻ്റെ ഒരു കാലിൽ ഫുള്ള് നന്നായിട്ട് ഇളകി വന്നു കേട്ടോ. അപ്പോൾ ഈ ഇളകി വന്നിട്ടുള്ള ഹെയർസാണ് ഈ ക്ലോത്തിലിരിക്കുന്നത്. അപ്പോൾ ഒരു കാല് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ബോഡി ലോഷൻ എടുത്ത് കാലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതിൽ മോയ്സ്ചറൈസറോ ബോഡി ലോഷനോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഓയിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാര്യം നമ്മളെ സ്കിൻ അത്രമാത്രം ഇറിറ്റേറ്റ് ആയിരിക്കുകയാണ് വാക്സ് ചെയ്ത്. അപ്പോൾ അതിനെ ഒന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ വിട്ടേക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് കാലും കൂടി ചെയ്യാം. ഈ നാച്ചുറലായിട്ട് വാക്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ലെഗിൽ മാത്രമല്ല നമ്മുടെ കൈകളിലും ഫേസിലും എവിടെയൊക്കെയാണോ ആവശ്യം, ഈവൻ അണ്ടർആംസിൽ വരെ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അടിപൊളി റിസൾട്ടും തരുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ നിർദ്ദേശങ്ങളെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.